കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യൂണിറ്റ് 1 സമാന്തര ശ്രേണിയെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മളൊരു പുതിയ യൂണിറ്റിലേക്ക് കയറുകയാണ്, സർക്കിൾസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സർക്കിൾസ് അതായത് വൃത്തങ്ങൾ. എന്താണ് സർക്കിൾസ്? ഒരു കോമ്പസ് എടുത്ത് അതിലൊരു പെൻസിലൊക്കെ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ നീഡിൽ എവിടെയെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ ഫിക്സ് ചെയ്തതിന് ശേഷം അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രൂപമാണ്, ചിത്രമാണ് സർക്കിൾ, അല്ലേ? നമ്മൾ എന്തിനാണ് കോമ്പസ് ഉപയോഗിക്കുന്നത്? കോമ്പസ് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സ്മൂത്തായ സർക്കിൾ കിട്ടുകയില്ല. അപ്പോൾ കോമ്പസ് ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സ്മൂത്തായ സർക്കിൾ കിട്ടുന്നത്? കോമ്പസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നീഡിലും അതിൻ്റെ പെൻസിലിൻ്റെ ഷാർപ്പ് എഡ്ജും തമ്മിലുള്ള ഒരു അകലം നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ പെൻസിൽ ഇളകുകയോ അല്ലെങ്കിൽ കോമ്പസിന്റെ ബോൾട്ട് ഇളകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മൂത്തായ സർക്കിൾ കിട്ടാതെ നമ്മൾ മായ്ക്കുന്നതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ കോമ്പസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നത്. ആ ലെന്തിന് മാറ്റം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. ആ പോയിന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫിക്സഡ് പോയിന്റിൽ കോമ്പസിന്റെ നീഡിൽ വെച്ചതിന് ശേഷം പെൻസിൽ ഉപയോഗിച്ച് ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള 3 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ എത്രയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അത്രയും സെന്റിമീറ്റർ അകലെയുള്ള പോയിന്റ്സിനെ എല്ലാം ആ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ഡാർക്കൺ ചെയ്യുമ്പോഴാണ് നമുക്ക് സർക്കിൾ കിട്ടുന്നത്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും കൂടെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. ആ പോയിന്റ്സിനെ നമ്മൾ പെൻസിൽ വെച്ച് ഡാർക്കൺ ചെയ്യുമ്പോഴാണ് നമുക്ക് സർക്കിളായിട്ട് നമ്മൾ കിട്ടുന്നത്. ആ ഫിക്സഡ് പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് സെന്റർ, അതായത് കേന്ദ്രം എന്നുള്ളത്. ഇനി ഫിക്സഡ് ലെന്തിന്, സ്പെസിഫൈഡ് ആയിട്ടുള്ള ലെന്തിന്, കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ആ നീളത്തിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ്, അതായത് ആരം എന്നുള്ളത്. ഇനി അതിന്റെ ഇരട്ടിയായിട്ട് നമ്മൾ ഈ ആരം എക്സ്റ്റെൻഡ് ചെയ്ത വൃത്തത്തിന്റെ മറുഭാഗത്തും കൂടെ ജോയിൻ ചെയ്താൽ അതിന് ആ നീളത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡയമീറ്റർ, അതായത് വ്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഡയമീറ്റർ വൃത്തത്തിനെ എന്താവും? 2 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കും. ഇതൊക്കെ നമ്മൾ നേരത്തെ മറ്റ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ എൻ പോയിന്റ്സ്, അർദ്ധവൃത്തത്തിലെ എൻ പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമ്മളൊരു കോൺ വരച്ചാൽ ആ കോൺ മട്ടകോൺ, അതായത് റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്നുള്ളതാണ്. അത് ഏത് പോയിന്റിലേക്ക് ജോയിൻ ചെയ്താലും നമുക്ക് റൈറ്റ് ആംഗിൾ തന്നെ കിട്ടുമെന്നുള്ളതാണ്. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഒരു മട്ടത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം അതിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവാണെന്ന്. അതായത് സർക്കിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സെന്റർ എന്ന് പറയുന്ന, കേന്ദ്രം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് ദി ഹൈപ്പോട്ന്യൂസ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അതിനെ തിരിച്ചൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഒരു അർദ്ധവൃത്തത്തിലുള്ള കോൺ മട്ടകോണായിരിക്കും. അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. സെമി സർക്കിളിലുള്ള കോൺ മട്ടകോണാണെന്ന് പറഞ്ഞു. ഇനി ഈ ബിന്ദുവിന് പകരം വൃത്തത്തിന് വെളിയിലുള്ള മറ്റൊരു ബിന്ദുവാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ എന്ത് സംഭവിക്കും? നമുക്ക് അവിടെ ഒരു കോൺ കിട്ടും. ആ കോണിന്റെ പ്രത്യേകത എന്തായിരിക്കും? അത് 90 ഡിഗ്രിയിലും കുറവായിരിക്കും. ആ 90 ഡിഗ്രിയിൽ കുറവായ കോണിന് നമ്മൾ പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ, അതായത് ന്യൂനകോൺ എന്നുള്ളത്. ഇനി ഈ ബിന്ദു വൃത്തത്തിനുള്ളിലാണെങ്കിലോ, ഉള്ളിലുള്ള ബിന്ദു യോജിപ്പിച്ച് കിട്ടുന്ന കോണ് അതിൻ്റെ 90 ഡിഗ്രിയിലും കൂടുതലായിരിക്കും. 90 ഡിഗ്രിയിൽ കൂടുതലായ കോണിന്റെ പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ, അതായത് ബൃഹത് കോൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോണളവ് എങ്ങനെ കിട്ടുമെന്നറിയാൻ, ഓർത്തിരിക്കാൻ എന്ത് ചെയ്താൽ മതി? കേന്ദ്രത്തിൽ നിന്ന് ദൂരേക്ക് പോകും തോറും കോണിന്റെ അളവ് കുറഞ്ഞു വരും. കേന്ദ്രത്തിലേക്ക് അടുത്തു വരും തോറും അതിന്റെ അളവ് കൂടി, അതായത് 180 ഡിഗ്രിയോട് അടുത്തു വരുന്നു. ഇനി ആ ബിന്ദു വൃത്തത്തിലെ ബിന്ദു തന്നെയാണ് എങ്കിൽ ആ കോണിന്റെ അളവ് മട്ടകോൺ, അതായത് റൈറ്റ് ആംഗിൾ ആയിരിക്കും.
ഇനി നമ്മൾ വ്യാസത്തിന് പകരം മറ്റൊരു ഞാൻ ആണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അതായത് ഞാൻ എന്ന് പറയുന്നത് എന്താണ്? വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനെ നമ്മൾ ഞാൻ, അതായത് കോഡ് എന്ന് പറയും. ആ ഞാണ് കേന്ദ്രത്തിൽ കൂടി പാസ് ചെയ്താൽ നമ്മൾ അതിനെ വ്യാസം, അതായത് ഡയമീറ്റർ എന്ന് പറയും. നമ്മൾ ഒരു ഞാൻ, വ്യാസമല്ലാത്ത ഒരു ഞാൻ, അതായത് ഒരു കോൺ എടുക്കുന്നു എന്ന് വിചാരിക്കാം. ആ ഞാൻ എന്ത് ചെയ്യും? വൃത്തത്തെ രണ്ട് തുല്യമല്ലാത്ത ഭാഗങ്ങളായിട്ട് വിഭജിക്കും. അങ്ങനെ തുല്യമല്ലാത്ത ഭാഗങ്ങളായി വിഭജിക്കുമ്പോൾ കിട്ടുന്ന വലിയ ഭാഗത്തിന് പറയുന്ന പേരാണ് മേജർ സെഗ്മെന്റ്, അതായത് വലിയ ഭാഗം എന്നും. ഇനി ചെറിയ ഭാഗത്തിന് പറയുന്ന പേര് മൈനർ സെഗ്മെന്റ് എന്നുമാണ്. ഇനി വലിയ ഭാഗത്തിനെ ചെറിയ ഭാഗത്തിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ, അതായത് കോംപ്ലിമെന്ററി ആർക്ക് എന്ന് പറയും. അതുപോലെ തന്നെ ചെറിയ ഭാഗം വലിയ ആർക്കിന്റെയും മൈനർ സെഗ്മെന്റ് മേജർ സെഗ്മെന്റിന്റെയും കോംപ്ലിമെന്ററി, അതായത് മറുചാപം ആണ്. ഇനി ഇതിന്റെ ചാപത്തിന്റെ എൻ പോയിന്റ്സ് കേന്ദ്രവുമായി യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു കോൺ കിട്ടും. ആ കോണിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ, അതായത് കേന്ദ്ര കോൺ എന്ന് പറയുന്നു. ഇനി അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ കേന്ദ്രവും ചാപത്തിന്റെ എൻ പോയിന്റ്സുമായിട്ട് യോജിപ്പിച്ചാൽ നമുക്ക് അതിന്റെ കേന്ദ്ര കോൺ, അതായത് സെൻട്രൽ ആംഗിൾ നമുക്ക് കിട്ടുന്നതാണ്. ഇനി കേന്ദ്രകോൺ അല്ലാതെ ചാപത്തിന്റെ എൻ പോയിന്റ്സ് വൃത്തത്തിലെ മറ്റൊരു പോയിന്റുമായിട്ട് യോജിപ്പിച്ചാൽ നമുക്കൊരു കോൺ കിട്ടും. അങ്ങനെ നമുക്ക് എത്ര കോൺ വരയ്ക്കാൻ സാധിക്കും? നമുക്ക് ധാരാളം കോണുകൾ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോൺസ് ആംഗിൾസ് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഈ കോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നോക്കാം. ഈ കോണിൽ ഞാനൊരു ആംഗിൾ വരച്ച് വെച്ച് നോക്കി, അത് രണ്ടും തുല്യമാണ്. അതേ മെഷർമെന്റ് അടുത്തതിൽ അല്പം ചെരിച്ചു വെച്ചാൽ അതും തുല്യമാണെന്ന് കാണാം. അടുത്തതിലേക്ക് കൊണ്ടുവന്ന് അവിടെ നമുക്ക് അല്പം ചെരിച്ചു കഴിഞ്ഞാൽ അതും തുല്യമാണ്. അതായത് ഒരു ചാപത്തിൽ നമ്മൾ വരയ്ക്കുന്ന കോണുകളെല്ലാം എന്താണ്? തുല്യമാണ് എന്ന് നമുക്കറിയാം. ഇനി ഇതും കേന്ദ്ര കോണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത് ചേർത്ത് വെച്ചു. അതിനുശേഷം അതിൻ്റെ കോപ്പിയും കൂടെ ആയി. അത് നമ്മൾ നീക്കി ഇവിടെ ചേർത്ത് വെച്ചു. അതായത് ഒരു ചാപത്തിൽ വരയ്ക്കുന്ന കോണുകളുടെ എല്ലാം അളവ് തുല്യമാണ്. അവയുടെ അളവ് എന്ന് പറയുന്നത് മറുചാപത്തിന്റെ കേന്ദ്രകോണിന്റെ അളവിന്റെ പകുതിയാണ്. ഇവിടെ 2 പ്രാവശ്യമുണ്ട്, ഇവിടെ ഒരെണ്ണമുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അതുപോലെ തന്നെ നമുക്ക് ഈ ചാപത്തിലും അങ്ങനെ തന്നെ വരച്ചു നോക്കാവുന്നതാണ്. നമുക്ക് ധാരാളം കോണുകൾ വരയ്ക്കാം. ആ കോണുകളെല്ലാം തുല്യമാണെന്ന് നമുക്ക് കാണാം. അവയുടെ അളവ് എന്ന് പറയുന്നത് അതിന്റെ കേന്ദ്രകോണിന്റെ, ആ ചാപത്തിന്റെ മറുചാപത്തിന്റെ കേന്ദ്രകോണിന്റെ അളവിന്റെ പകുതി ആണ് എന്ന് നമുക്ക് കാണാം. Angles in the same segment are equal and equal to half of the central angle of the alternate arc. ഒരു ചാപത്തിലെ ഏതു ബിന്ദുവും ചാപത്തിന്റെ അല്ലെങ്കിൽ ഞാണിന്റെ, അത് തമ്മിൽ മുറിക്കുന്ന ഞാണിന്റെ അറ്റങ്ങളുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണുകളെല്ലാം തുല്യമായിരിക്കും. ആ കോണുകളുടെ എല്ലാം അളവ് മറുചാപത്തിന്റെ കേന്ദ്രകോണിന്റെ അളവിന്റെ പകുതി ആയിരിക്കും. ഇനി നമുക്ക് ഈ മറുചാപത്തിലെ കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ചാപത്തിൽ ഒരു കോൺ വരച്ചു. അതിന്റെ മറുചാപത്തിലും നമുക്കൊരു കോൺ വരയ്ക്കാം. അതായത് എൻ പോയിന്റ്സ് തമ്മിൽ തുല്യമായിരുന്നാൽ ഒരേ എൻ പോയിന്റ്സ് കൂട്ടി ഒരു കോൺ വരച്ച് നോക്കാം. മറുചാപത്തിലെ കോൺ. ഇനി നമുക്ക് ഇവ കേന്ദ്രവുമായിട്ട് യോജിപ്പിക്കാം. ഇനി ആദ്യത്തെ കോൺ എന്ന് പറയുന്നത് അതിന്റെ മറുചാപത്തിലെ കേന്ദ്ര കോണിന്റെ അളവിന്റെ പകുതിയാണെന്ന് നമുക്കറിയാം. അതായത് ഈ ആംഗിൾ x ഡിഗ്രി ആണെങ്കിൽ ഈ കേന്ദ്ര കോണ് 2x ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ ചാപത്തിന്റെ അളവ് y ആണ് എങ്കിൽ അതിന്റെ മറുചാപത്തിന്റെ കേന്ദ്ര കോണ് 2y ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് കേന്ദ്രത്തിലെ കോണുകൾ നോക്കാം. ഇത് രണ്ടും കൂടെ പൂർണ്ണമായപ്പോൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തത്തിന് ചുറ്റുമുള്ള എല്ലാ മെഷർമെന്റും കൂടെയായി, അതായത് 2x + 2y = 360 ഡിഗ്രി ആയി. അങ്ങനെയെങ്കിൽ 2 പ്രാവശ്യം എക്സും 2 പ്രാവശ്യം വൈയും കൂടെ കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടുമെങ്കിൽ എക്സും വൈയും കൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും? 360യുടെ പകുതി കിട്ടും, അതായത് 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്കത് ശരിയാണോ എന്ന് നോക്കാം. അതായത് ഇവിടെ y മെഷർമെന്റ് എടുത്തു, അത് നമ്മളൊരു ലൈനിൽ വെച്ച് നോക്കി. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം.
അതിനുശേഷം എക്സ് മെഷർമെന്റ് എടുത്തു. അത് നമ്മളിവിടെ കൊണ്ടുവന്ന ഒരു ലൈനിലേക്ക് ഫിക്സ് ചെയ്ത് നോക്കി. ആ രണ്ട് ആംഗിളും കൂടെ കൂട്ടിയപ്പോൾ ഒരു സെമി സർക്കിൾ, അല്ലെങ്കിൽ ആ മെഷർമെന്റ് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അതായത് 180 ഡിഗ്രി ആയിരിക്കും. അതായത് രണ്ട് കോണുകൾ, ഒരു വൃത്തത്തിന്റെ എതിർചാപത്തിലെ കോണുകളുടെ തുക എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് സപ്ലിമെന്ററി. രണ്ട് ആംഗിളുകളുടെ തുക 180 ഡിഗ്രി ആയി വന്നാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് സപ്ലിമെന്ററി ആംഗിൾസ്. ആംഗിൾസ് ഇൻ ദി ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ് ആർ സപ്ലിമെന്ററി. ഒരു വൃത്തത്തിലെ ഒരു ചാപത്തിൽ ഉണ്ടാകുന്ന കോണും അതിന്റെ മറുചാപത്തിൽ ഉണ്ടാകുന്ന കോണുകളും അനുപൂരകങ്ങളാണ്. അനുപൂരകം എന്ന് പറഞ്ഞാൽ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനെ ഒരു ചാപത്തിൽ നമ്മൾ ഒരു ചതുർഭുജം, 4 വശങ്ങൾ ഉള്ള ഒരു ചതുർഭുജം വരച്ചാൽ അതിന്റെ പേരാണ് ചക്രീയ ചതുർഭുജം എന്ന് പറയും. നമുക്കറിയാം ഇത് മറുചാപത്തിലുള്ള രണ്ട് കോണുകൾ ജോയിൻ ചെയ്യുന്നതാണ്, അല്ലെ? ആ കോണുകൾ എന്താണെന്ന് നമുക്കറിയാം, അനുപൂരകങ്ങളാണെന്ന് അറിയാം, സപ്ലിമെന്ററി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ABCD എന്ന് പറയുന്നത് ഒരു ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിന്റെ എതിർ കോണുകൾ എന്താണ്? അനുപൂരകങ്ങളാണ്, സപ്ലിമെന്ററി ആണ്. ക്വാഡ്രിലാറ്ററൽസ് ഇൻസ്ക്രൈബ്ഡ് in a circle is called cyclic quadrilateral. The opposite angles of a cyclic quadrilateral are supplementary. അതായത് ഒരു ചതുർഭുജത്തിന്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലാണ് എങ്കിൽ ആ ചതുർഭുജത്തിനെ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നു. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകങ്ങളാണ്. അതായത് ആംഗിൾ A പ്ലസ് ആംഗിൾ C is equal to 180 ഡിഗ്രി എന്ന് കിട്ടും. കൂടാതെ ആംഗിൾ B പ്ലസ് ആംഗിൾ D is equal to 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇനിയും നമ്മൾ ഈ ചതുർഭുജത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, പുറത്തേക്ക് നീട്ടുകയാണെങ്കിൽ, ആ പുറത്തേക്ക് നീട്ടുന്ന ഭാഗവും അതിനോട് ചേർന്ന് വരുന്ന ചതുർഭുജത്തിന്റെ വശവും ചേർന്ന് നമുക്കൊരു കോൺ ഇവിടെ കിട്ടും. ആ കോണിന്റെ പേരാണ് എക്സ്റ്റീരിയർ ആംഗിൾ, അതായത് ബാഹ്യകോൺ എന്ന് പറയും. ഈ ബാഹ്യകോണിന്റെ അളവ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിളിന്റെ അളവിന് തുല്യമായിരിക്കും. അതായത് എതിർവശത്തുള്ള ഇന്റീരിയർ ആംഗിളിന്റെ അളവിന് തുല്യമായിരിക്കും. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിലും ഈ എയും കൂടെ, സിയും എയും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സിയും എക്സും കൂടെ കൂട്ടിയാലും 180 ഡിഗ്രി തന്നെ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ എയും എക്സും തുല്യമാണ്. അതുകൊണ്ടാണ് സിയുടെ കൂടെ എ കൂട്ടിയാലും സിയുടെ കൂടെ എക്സ് കൂട്ടിയാലും 180 ഡിഗ്രി. അതായത് എ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് നമുക്ക് പറയാം. എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ. ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ ബാഹ്യകോൺ അതിന്റെ ആന്തരിക വിദൂര കോണിന് തുല്യമായിരിക്കും. എ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. അതുപോലെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വശം നീട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ AB ഇങ്ങോട്ട് നീട്ടാം. അപ്പോൾ ഇവിടെ നമുക്ക് BC എന്ന സൈഡുമായിട്ട് ചേർന്ന് ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. ആ എക്സ്റ്റീരിയർ ആംഗിളിന്റെ അളവ് Dക്ക് തുല്യമായിരിക്കും. ആന്തരിക വിദൂര കോണുകളുടെ അളവിന് തുല്യമായിരിക്കും. അതായത് ആംഗിൾ D ഈസ് ഈക്വൽ ടു y ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ പഠിച്ച എല്ലാ പോയിന്റ്സും നമുക്ക് ഒന്നുകൂടി നോക്കാം. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ആംഗിളിനെ, അതായത് കോണുകളെ സംബന്ധിക്കുന്ന തിയറംസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഫസ്റ്റ് തിയറം ഇതായിരുന്നു, ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ആണ് എന്നായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച തിയറം. രണ്ടാമത്തെ പോയിന്റ്, ആംഗിൾ ഇൻ ദി സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ ആൻഡ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി ഓൾട്ടർനേറ്റ് ആംഗിൾ. ഒരു ചാപത്തിലെ ഏതു ബിന്ദുവും ചാപത്തിന്റെ അല്ലെങ്കിൽ ഞാണിന്റെ അറ്റങ്ങളുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോണുകൾ തുല്യമായിരിക്കും. അവയുടെ അളവ് മറുചാപത്തിന്റെ കേന്ദ്രകോണിന്റെ അളവിന്റെ പകുതിയായിരിക്കും. അതായത് ചാപത്തിന്റെ അല്ലെങ്കിൽ ഞാണിന്റെ അഗ്രങ്ങളുമായിട്ട് യോജിപ്പിച്ച് നമുക്ക് ധാരാളം കോണുകൾ വരയ്ക്കാം. ആ കോണുകളെല്ലാം തുല്യമായിരിക്കും. അത് അതിന്റെ മറുചാപത്തിന്റെ കേന്ദ്രകോണിന്റെ എതിർവശത്തെ സൈഡിലാണ് നമ്മൾ എടുക്കുന്നത്. മറുചാപത്തിലെ കേന്ദ്രകോണിന്റെ അളവിന്റെ പകുതി ആയിരിക്കും. ഇനി മൂന്നാമത്തത്, ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ് ആർ സപ്ലിമെന്ററി.
ഒരു വൃത്തത്തിലെ ഒരു ചാപത്തിൽ ഉണ്ടാകുന്ന കോണും അതിന്റെ മറുചാപത്തിൽ ഉണ്ടാകുന്ന കോണുകളും സപ്ലിമെന്ററി ആയിരിക്കും. ഇവിടെ ശ്രദ്ധിച്ചോണം, അവ തുല്യമല്ല, സപ്ലിമെന്ററി ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി 180 ഡിഗ്രി കിട്ടും. അതായത് അനുപൂരക കോണുകളാണ്. അതുപോലെ തന്നെ ഈ എതിർ കോണുകളും കൂടെ കൂട്ടിയാലും നമുക്ക് എത്ര തന്നെ കിട്ടും? 180 ഡിഗ്രി തന്നെ കിട്ടും. ഇങ്ങനെ ഒരു വൃത്തത്തിൽ വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററലിന്, അതായത് ചതുർഭുജത്തിന് നമ്മൾ പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അതായത് ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. അതായത് ചക്രീയ ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി ആയിരിക്കും. ഇനി എക്സ്റ്റീരിയർ, അതായിരുന്നു അടുത്ത പോയിന്റ്. ഇനി ലാസ്റ്റ് പോയിന്റ്, എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ. ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്താൽ പുറത്ത് കിട്ടുന്ന ഒരു കോണിനെ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ, അതായത് ബാഹ്യകോൺ എന്ന് നമ്മൾ പറയും. ഇനി ആ ബാഹ്യകോണിന്റെ അളവ് ആന്തരിക വിദൂര കോണിന്റെ അളവിന് തുല്യമായിരിക്കും. In the figure, O is the center of the circle and A, B, C, D, E are points on it. Angle EAB is equal to 120 degree. ചിത്രത്തിൽ O വൃത്തത്തിന്റെ കേന്ദ്രമാണ്. A, B, C, D, E എന്ന് പറയുന്ന വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ഇനി ആംഗിൾ EAB is 120 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. കൂടാതെ D is equal to 100 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. Write the measures of angle EDB, ECB, DBC. നമുക്ക് ആദ്യം EDB കണ്ടുപിടിക്കാം. EDB ഈ ആംഗിളിന്റെ മെഷർമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഈ ചാപ്റ്ററിലെ ആംഗിൾസിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്ന് നമ്മൾ നോക്കിയാണ് ചെയ്യുന്നത്. ആദ്യത്തേത് എന്തായിരുന്നു? മട്ടകോണാണോ എന്ന് നോക്കുക. മട്ടകോണാണെങ്കിൽ അർദ്ധവൃത്തത്തിലായിരിക്കണം, അപ്പോൾ അല്ല. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്? അതേ മെഷർമെന്റ് ഉള്ള, അല്ലെങ്കിൽ മെഷർമെന്റ് അറിയാവുന്ന അതേപോലെ തന്നെ മറ്റൊരു കോണും ആ ചാപത്തിൽ ഉണ്ടോ, എൻ പോയിന്റ്സ് തുല്യവും ആയ മറ്റൊരു അതേ എൻ പോയിന്റ്സ് ഉള്ള മറ്റൊരു കോൺ ആ ചാപത്തിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഉണ്ട് എങ്കിലും നമുക്ക് അതിന്റെ മെഷർമെന്റ് അറിയില്ല. അടുത്തത് എതിർകോണുകളെ കുറിച്ച് അറിയാമോ എന്ന് നോക്കുക. എതിർകോണുകൾ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഏത് നോക്കുന്നു? മൂന്നാമത്തെ കണ്ടീഷൻ എടുക്കുന്നു. അതായത് EDBയും EABയും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അത് അനുപൂരകങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ EAB പ്ലസ് ആംഗിൾ EDB is equal to 180 ഡിഗ്രി എന്ന് കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് EAB എത്രയാണെന്ന് അറിയാം. അത് 180യിൽ നിന്ന് കുറയ്ക്കാം. ആംഗിൾ EDB is equal to 180 minus EAB, that is equal to 180 minus 120 degree, that is equal to 60 degree. Angle EDB is equal to 60 degree. ECB അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ECB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതേ കോണുകൾ, അതേ ചാപത്തിലുള്ള ഇയും ബിയും എൻ പോയിന്റ്സ് ആയിട്ടുള്ള അതേ ചാപത്തിലുള്ള ഒരു കോണാണ് D. അപ്പൊ നമുക്ക് എന്ത് പറയാം? ECB is equal to EDB എന്ന് നമുക്ക് പറയാം. ആംഗിൾ ECB is equal to ആംഗിൾ EDB, that is equal to 60 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തേത് DBC എത്രയാണെന്നുള്ളതാണ്. DBC ഈ കോണ് എത്രയാണെന്ന് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതേ എൻ പോയിന്റ്സ് ഉള്ള, അത് മട്ടകോണല്ല, അതേ ചാപത്തിൽ വേറെ കോണുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് Dയും Cയും എൻ പോയിന്റ്സ് ആയിട്ടുള്ള വേറെ കോണുണ്ടോ എന്ന് നോക്കുക. Dയും Cയും, Dയിൽ നിന്ന് DEC എന്നൊരു കോൺ ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ആ രണ്ട് കോണുകളും തുല്യമാണ്. ഇനി നമുക്ക് ഈ കോൺ ഇയുടെ അളവ് കണ്ടുപിടിച്ചാൽ കോൺ ബിയുടെ അളവ് നമുക്ക് കിട്ടും. ഇയുടെ അളവ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുക, ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ രണ്ട് കോണുകൾ നമുക്കറിയാം, 100 ഡിഗ്രിയും 60 ഡിഗ്രിയും. അപ്പോൾ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും നമുക്കറിയാം. അത് മൂന്നും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആംഗിൾ ഇ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതിയാകും? 180ൽ നിന്ന് 100ഉം 60ഉം കുറച്ചാൽ മതിയാകും. നമുക്ക് ആ ആംഗിൾ തന്നെയായിരിക്കും ആംഗിൾ ബിയും. അതായത് ആംഗിൾ DBC is equal to ആംഗിൾ DEC എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് 180 മൈനസ്
100 പ്ലസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 160 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. അതായത് DEC എന്ന് പറയുന്നത് 20 ഡിഗ്രി ആയതുകൊണ്ട് DBCയും 20 ഡിഗ്രി തന്നെ ആയിരിക്കും. In the figure, the chord BD is perpendicular to the diameter AC. Find the measure of the following angles. 2018 ക്വസ്റ്റ്യൻ ആണിത്. ചിത്രത്തിൽ ഞാൻ BD വ്യാസം AC വ്യാസമാണ്, ലംബമാണ്. കോൺ DAM is 20 ഡിഗ്രി ആയാൽ താഴെ തന്നിരിക്കുന്ന കോണുകളുടെ അളവുകൾ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ BAC. ഈ കോണിന്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഏത് തിയറമെങ്കിലും ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കുക. അതായത് മട്ടകോണല്ല, കാരണം ഇത് 90 ഡിഗ്രിയിലുള്ള ഒരു കോണല്ല. ഇനി ഏതെങ്കിലും അതേ ചാപത്തിൽ മറ്റു കോണുകൾ ബിയും സിയും എൻ പോയിന്റ്സിന്റെ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും കോണ് ഇതിന് തുല്യമാണോ എന്ന് നോക്കുക. നമുക്കറിയത്തില്ല, അതിന്റെ വാല്യൂസ് അറിയില്ല. ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകൾ അല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഈ 3 തിയറംസ് 4 ദിവസം ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ അല്ലാത്തതിനാൽ നമുക്കിവിടെ 2 ത്രികോണങ്ങൾ പരിഗണിക്കാം. അതായത് ട്രയാങ്കിൾ ABM ട്രയാങ്കിൾ ADM പരിഗണിക്കാം. ഈ 2 ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ ഇവയ്ക്ക് AM എന്ന് പറയുന്ന ഒരു കോമൺ സൈഡ്, അതായത് പൊതുവായ വശമുണ്ട്. കൂടാതെ OM പെർപെൻഡിക്കുലർ ടു BD ആയതുകൊണ്ട്, അതായത് കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുമെന്നത് കൊണ്ട്, ബൈസെക്ട് ചെയ്യുന്നത് കൊണ്ട് DM is equal to BM ആയിരിക്കും. കൂടാതെ നമുക്കറിയാം ഇവിടെ ഒരു വശം 90 ഡിഗ്രി ആണ് എങ്കിൽ ആ ലൈനിന്റെ എതിർവശവും ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ 2 ത്രികോണങ്ങൾ പരിഗണിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഫസ്റ്റ് വൺ, AM is equal to AM എന്നറിയാം. പിന്നീട് നമുക്ക് DM is equal to BM എന്നും അറിയാം. ഇനി നമുക്ക് 90 ഡിഗ്രി, അതായത് ആംഗിൾ DMA is equal to ആംഗിൾ BMA is equal to 90 ഡിഗ്രി എന്നറിയാം. ഇപ്പോൾ നോക്കിക്കേ, ഈ 2 ത്രികോണങ്ങളിലും 2 വശങ്ങൾ, ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളും അവയുൾപ്പെടുന്ന കോണും ഈ അടുത്ത ത്രികോണത്തിന്റെ 2 വശങ്ങളും അവയുൾക്കൊള്ളുന്ന കോണുമായിട്ട് തുല്യമാണെന്ന് കാണാം. അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് പറയാം? ത്രികോണങ്ങൾ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്, അല്ലെങ്കിൽ സമാന ത്രികോണങ്ങളാണെന്ന് പറയാം. അതായത് ട്രയാങ്കിൾ ADM is congruent to ട്രയാങ്കിൾ ABM എന്ന് പറയാം. ഇനി കോൺഗ്രുവന്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത അവയുടെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് സമാന ഭാഗങ്ങൾ തുല്യമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? ആംഗിൾ എയും രണ്ടാമത്തെ ത്രികോണത്തിന്റെ ആംഗിൾ എയും തുല്യമായിരിക്കും. ആദ്യത്തെ ത്രികോണത്തിന്റെ ആംഗിൾ എ ഏതാണ്? ഇതാണ്. അതായത് ആംഗിൾ DAM is equal to ആംഗിൾ BAM എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് സിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. ഇവിടെ നമുക്ക് അറിയാവുന്നതാണ്. സെക്കൻഡ് പാർട്ട്, ആംഗിൾ BCD ഈ കോണാണ്. ഈ കോണിന്റെ അളവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് മട്ടകോണല്ല, കാരണം BD എന്ന് പറയുന്നത് ഡയമീറ്റർ വ്യാസമല്ല. ഇനി ചക്രീയ ചതുർഭുജത്തിന്റെ എതിർകോണുകളാണോ? അതെ. അതായത് ABCD എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ്. അവയുടെ എതിർകോണുകൾ അനുപൂരകങ്ങളാണ്, സപ്ലിമെന്ററി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ BCD പ്ലസ് ആംഗിൾ BAD is equal to 180 ഡിഗ്രി എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ആംഗിൾ BCD is equal to 180 മൈനസ് ആംഗിൾ BAD ആയിരിക്കും. ഇനി ആംഗിൾ BAD എത്രയാണ്? 20 പ്ലസ് 20 40 ഡിഗ്രിയാണ്. സോ ആംഗിൾ BCD is equal to 180 മൈനസ് 40 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യന്റെ സി പാർട്ട്, find cone ADC. ആംഗിൾ ADC ഒരു മട്ടത്രികോണമാണോ? അതെ, കാരണം AC എന്ന് പറയുന്നത് ഒരു ഡയമീറ്റർ, അതായത് വ്യാസമാണെന്ന് തന്നിട്ടുണ്ട്. Therefore angle ADC is equal to 90 degree right angle in the semicircle.
ക്വസ്റ്റ്യൻ ഡി, CDM. CDM. CDMന്റെ വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഈ സിയും CDMനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് CDBയിലേക്ക് മാറ്റാം. സിയും ബിയും എൻഡ് പോയിന്റ്സ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും കോണിന്റെ അളവ് നമുക്കറിയാമോ? CDM is equal to CDB ആണ്. ഏതെങ്കിലും കോണിന്റെ അളവ് നമുക്കറിയാമോ? അറിയാം. കാരണം ഈ സിയും ബിയും എൻഡ് പോയിന്റ് ആയിട്ടാണ് CABയും വരച്ചിരിക്കുന്നത്. അപ്പോൾ CDBയുടെ അളവ് എന്ത് തന്നെയായിരിക്കും? CABയുടെ അളവിന് തുല്യമായിരിക്കും. സോ CDB is equal to CAB ആയതുകൊണ്ട് ആംഗിൾ CDM is equal to 20 ഡിഗ്രി ആയിരിക്കും. ക്വസ്റ്റ്യൻ ഇ, ഫൈൻഡ് ആംഗിൾ BAP. BAP എന്ത് ആംഗിൾ ആണ്? എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എക്സ്റ്റീരിയർ ആംഗിളിന്റെ വില നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ is equal to opposite interior angle. So angle BAP is equal to angle BCD എന്ന് നമുക്ക് കിട്ടും. Therefore angle BAP is equal to angle BCD is equal to 140 degree. ഇനി 2019 ക്വസ്റ്റ്യൻ. In the figure, O is the center of the circle. AOC is equal to 80 degree. ചിത്രത്തിൽ O വൃത്ത കേന്ദ്രമാണ്. ഇനി കേന്ദ്ര കോണിന്റെ അളവ് 80 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് what is the measure of ADC എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കേന്ദ്ര കോണിന്റെ അളവ് തന്നാൽ ആ ചാപത്തിലുള്ള കോണിന്റെ അളവ്, എതിർ ചാപത്തിലുള്ള കോണിന്റെ അളവ് എന്തായിരിക്കും? കേന്ദ്ര കോണിന്റെ അളവിന്റെ പകുതിയായിരിക്കും. Therefore angle ADC is equal to half of angle AOC, half of central angle, that is equal to AOC എത്രയാണ്? 80 ഡിഗ്രി. That is half of 80 degree, that is equal to 40 degree. Second part, ഫൈൻഡ് ആംഗിൾ ABC. ABCയുടെ അളവ് കണ്ടുപിടിക്കാൻ. ABCയുടെ അളവ് കണ്ടുപിടിക്കാൻ നമുക്ക് എതിർ കോണിന്റെ അളവ് അറിയാം. എതിർ ചാപത്തിലെ കോണിന്റെ അളവ് അറിയാവുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ ABC പ്ലസ് ആംഗിൾ ADC is equal to 180 ഡിഗ്രിയാണ്. That is equal to ABC is equal to 180 minus angle ADC, that is equal to 180 minus 40 degree equal to 140 degree ആയിരിക്കും. 2019 അടുത്ത ക്വസ്റ്റ്യൻ. AB is the diameter of the circle. D is a point on the circle. Angle ACB plus ADB plus angle AEB is equal to 270 degree. Measures of one among angle ACB, ADB, angle AEB is 110. Write the measures of angle ACB, angle ADB, angle AEB. ചിത്രത്തില് AB വൃത്തത്തിന്റെ വ്യാസമാണ്, O അതിന്റെ കേന്ദ്രമാണ്, D വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 3 കോണുകളുണ്ട്. ആ 3 കോണുകളും കൂടെ ആഡ് ചെയ്താൽ 270 ഡിഗ്രി കിട്ടുന്നുണ്ട്. അതായത് കോൺ സിയും ഡിയും ഇയും കൂടെ ആഡ് ചെയ്താൽ 270 ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേതോ ഒരു കോണം എത്രയാണ്? 110 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആംഗിൾ സിയും ഡിയും ഇയും കണ്ടുപിടിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിലേതെങ്കിലും ഒരു കോണിനെ നമുക്കറിയാമോ? അറിയാം. ഡി അറിയാം. ഡി വൃത്തത്തിലെ, അതായത് AB വ്യാസവും ഡി വൃത്തത്തിലെ ഒരു പോയിന്റും ആയതിനാൽ ആംഗിൾ ഡി എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് അത് എഴുതാം. ആംഗിൾ ADB is equal to 90 ഡിഗ്രി. ആംഗിൾ ഇൻ ദി സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോണായതുകൊണ്ട്. ഇനി ഏത് കോണൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സിയും ഇയും കണ്ടുപിടിക്കണം. അതിലൊരെണ്ണത്തിന്റെ അളവ് 110 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കോണായിരിക്കും 110 ഡിഗ്രി വരുന്നത്? സി ആയിരിക്കുമോ ഇ ആയിരിക്കുമോ? നമുക്കറിയാം 110 ഡിഗ്രി എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ കൂടുതലാണെങ്കിൽ അത് കേന്ദ്രത്തിനോട് അടുത്ത് വരുന്നതാണ്. അപ്പോൾ ഏത് ആംഗിളാണ്? സി ആണ്. Therefore angle ACB is equal to 110 ഡിഗ്രി ആയിരിക്കും. Then ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇ കണ്ടുപിടിക്കണം. ഇ എങ്ങനെ കണ്ടുപിടിക്കാം? സിയും ഡിയും ഇയും കൂടെ കൂട്ടിയാൽ 270 ആണെന്ന് തന്നിട്ടുണ്ട്. That is angle ACB plus angle ADB plus angle AEB is equal to 270 ഡിഗ്രി. ഇനി ഈ രണ്ട് ആംഗിളിന്റെയും അളവ് നമുക്കറിയാം. അതായത്
ACB എന്ന് പറയുന്നത് 110, ADB 90, AEB is equal to 270 ഡിഗ്രി. 110 90 കൂടെ 200. 200 plus AEB is equal to 270. അങ്ങനെയെങ്കിൽ ആംഗിൾ AEB എത്രയായിരിക്കും? 270 minus 200, that is 70 ഡിഗ്രി ആയിരിക്കും. ഇനി 2020 ക്വസ്റ്റ്യൻ. ഇൻ ദി ഫിഗർ angle ABC is 90 degree, angle C is equal to angle D is equal to 45 degree, AB is equal to 10 centimeter. ചിത്രത്തിൽ angle ABC is 90 degree. ഇനി angle C യും angle D യും 45 degree each. Then കോമൺ ആയിട്ടുള്ള സൈഡ് AB തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ട വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് AC. ACയുടെ നീളം കണ്ടുപിടിക്കണം. ACയുടെ നീളം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഈ ത്രികോണം ഒന്ന് നോക്കാം. ആ ത്രികോണത്തിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, ഒരു ആംഗിൾ 45 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി തന്നെ ആയിരിക്കും. കാരണം 45 90, ഈ ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ റേഷ്യോ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ആംഗിൾസ് റേഷ്യോ നമുക്കറിയാം. അതായത് ABC-യിൽ ആംഗിൾ B 90 ഡിഗ്രി, ആംഗിൾ C 45 ഡിഗ്രി. അതുകൊണ്ട് ആംഗിൾ സിയും എയും 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതിന്റെ സൈഡുകളുടെ റേഷ്യോ എന്തായിരിക്കും? Therefore the ratio of sides, വശങ്ങളുടെ അംശബന്ധം 90യുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? √2 ആയിരിക്കും. √2 is to 1 ആയിരിക്കും. അതിൽ എബിയുടെ 1 തന്നിട്ടുള്ള 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 90യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, അതായത് √2 ഉള്ളത്. അതുകൊണ്ട് ACയുടെ ലെങ്ത് എത്രയായിരിക്കും? √2 into 10, that is 10 √2 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കംസർക്കിൾ ഓഫ് ട്രയാങ്കിൾ ABC. ത്രികോണം ABCയുടെ പരിവൃത്തത്തിന്റെ ആരം എത്രയാണ്? ഇനി ത്രികോണം ABC എന്ത് ത്രികോണമാണ്? മട്ടത്രികോണമാണ്. 90 ഡിഗ്രി ഉള്ളതാണ്. അപ്പോൾ അതിന്റെ പരിവൃത്ത ആരം എന്തായിരിക്കും? അതിന്റെ കർണത്തിന്റെ പകുതിയായിരിക്കും. റേഡിയസ് ഓഫ് സർക്കംസർക്കിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്നൂസ്. ഒരു മട്ടത്രികോണത്തിന്റെ പരിവൃത്താരം അതിന്റെ കർണത്തിന്റെ പകുതി ആയിരിക്കും. കർണത്തിന്റെ നീളം ACയുടെ നീളം എത്രയാണ്? 10 √2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? 10 √2ന്റെ പകുതി, ഹാഫ്, ഡിവൈഡഡ് ബൈ 2, that is 5 √2 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ ആരം. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് സർക്കംസർക്കിൾ ഓഫ് ട്രയാങ്കിൾ ABD. ഇനി ട്രയാങ്കിൾ ABDയുടെ സർക്കംസർക്കിളിന്റെ പരിവൃത്തത്തിന്റെ ആരം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്നത് ABC ഒരു മട്ടകോൺ ആയതുകൊണ്ട് അതിന്റെ സർക്കംസർക്കിൾ നമുക്കൊന്ന് വരയ്ക്കാം. ABCയുടെ സർക്കംസർക്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ACയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ഇനി അതിന്റെ ആരം എന്ന് പറയുന്നത് ഹൈപ്പോട്നൂസിന്റെ കർണത്തിന്റെ പകുതി ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ നോക്കിക്കേ, ആംഗിൾ ADB നോക്കിക്കേ. D എന്ന പോയിന്റിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം പറയാൻ പറ്റും? ADB വരച്ചിരിക്കുന്നത് ഞാൻ AB-യിൽ തന്നെയാണ്, അല്ലേ? അതായത് ACB വരച്ചിരിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് ഈ ഞാണിൽ തന്നെയാണ് വരച്ചിരിക്കുന്നത്. കൂടാതെ ആംഗിൾ സിയും ആംഗിൾ ഡിയും തുല്യമാണ്. അതുകൊണ്ട് D എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വൃത്തത്തിലെ തന്നെ ഒരു പോയിന്റ് ആയിരിക്കും. ഈ വൃത്തം ABCയുടെ പരിവൃത്തമാണ്. ആ പരിവൃത്തത്തിലെ തന്നെ ഒരു പോയിന്റ് ആയിരിക്കും D. എന്തുകൊണ്ടാണ്? D വൃത്തത്തിനുള്ളിലുള്ള പോയിന്റ് ആയിരുന്നുവെങ്കിൽ ഡിയുടെ അളവ് സിയുടെ അളവിനേക്കാൾ കൂടുതലാകുമായിരുന്നു. കേന്ദ്രത്തിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ വരും. അതുകൊണ്ട് ഡിയുടെ അളവ് സിയുടെ അളവിനേക്കാൾ കൂടുതലാകുമായിരുന്നു. ഇനി ഡി പുറത്തുള്ള പോയിന്റ് ആയിരുന്നെങ്കിലോ ഡിയുടെ കോണളവ് എന്ന് പറയുന്നത് സിയുടെ കോണളവിനേക്കാൾ കുറവും ആകുമായിരുന്നു. അപ്പോൾ ഇവിടെ ഡിയുടെയും സിയുടെയും കോണളവ് തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആ ഡി എന്ന് പറയുന്ന പോയിന്റ് ത്രികോണം ABCയുടെ പരിവൃത്തത്തിലെ ഒരു പോയിന്റ് തന്നെയായിരിക്കും. അപ്പോൾ പരിവൃത്തത്തിലെ പോയിന്റ് തന്നെയാണ് എങ്കിൽ അതിന്റെ ആരവും എന്ത് തന്നെയായിരിക്കും? ത്രികോണം ABCയുടെ പരിവൃത്തത്തിന്റെ ആരം എത്രയാണോ അത് തന്നെയായിരിക്കും ത്രികോണം ADCയുടെ പരിവൃത്തത്തിന്റെ ആരവും. കാരണം രണ്ടും ഒരേ സർക്കിൾ ആണ്. റേഡിയസ് ഓഫ് സർക്കിൾ ഓഫ് ട്രയാങ്കിൾ ADC is equal to റേഡിയസ് ഓഫ് സർക്കിൾ ഓഫ് ട്രയാങ്കിൾ ABC. അപ്പോൾ ഈ സർക്കിളിന്റെ ആരം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 5 √2 സെന്റിമീറ്റർ. ഇനി 2020 കഴിഞ്ഞ വർഷം ചോദിച്ചേ,
ഇൻ ദി ഫിഗർ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ചിത്രത്തിൽ ABCD ഒരു ചക്രീയ ചതുർഭുജമാണ്. കൂടാതെ ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. എയും ഡിയും കൂടെ കൂട്ടിയപ്പോൾ 110 ഡിഗ്രി കിട്ടി. ഡിയും സിയും കൂടെ കൂട്ടിയപ്പോൾ 250 ഡിഗ്രി കിട്ടി. വാട്ട് ഈസ് ആംഗിൾ A പ്ലസ് ആംഗിൾ C? ഇതൊരു ചക്രീയ ചതുർഭുജമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന്. ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ചക്രീയ ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റ് എതിർകോണുകളാണ്. എതിർകോണുകൾ അനുപൂരകങ്ങളാണ്, സപ്ലിമെന്ററി ആണ്. therefore ആംഗിൾ A പ്ലസ് ആംഗിൾ C is equal to 180 ഡിഗ്രി എന്ന് നമുക്കറിയാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. Find the measure of angle A and angle C. ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും അളവുകൾ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ ആഡ് ചെയ്താൽ ആംഗിൾ A പ്ലസ് ആംഗിൾ D is equal to 210 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ. ഇനി എന്താ പറഞ്ഞ? ആംഗിൾ D പ്ലസ് ആംഗിൾ C is equal to 250 ഡിഗ്രി എന്നും പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ D പ്ലസ് ആംഗിൾ C is equal to 250 ഡിഗ്രി. ഈ രണ്ട് കണ്ടീഷനും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ A ഉണ്ട്, D 2 പ്രാവശ്യമുണ്ട്, C ഉണ്ട്. that is equal to ആംഗിൾ A plus 2 times D plus ആംഗിൾ C. ഇത് ആഡ് ചെയ്യുമ്പോൾ 460 എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടെ തിരിച്ചെഴുതാം. അതായത് ആംഗിൾ A plus ആംഗിൾ C plus ആംഗിൾ 2D is equal to 460 ഡിഗ്രി. ഇനി ആംഗിൾ A പ്ലസ് ആംഗിൾ C എത്രയാണെന്ന് നമുക്കറിയാം. ആംഗിൾ A പ്ലസ് ആംഗിൾ C സപ്ലിമെന്ററി ആയിരുന്നു, 180 ഡിഗ്രിയാണ്. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംഗിൾ A പ്ലസ് ആംഗിൾ Cക്ക് 180 പ്ലസ് 2D ഈസ് ഈക്വൽ ടു 460 എന്ന് കിട്ടും. അതുകൊണ്ട് ആംഗിൾ 2D എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ 2D ഈസ് ഈക്വൽ ടു 460 മൈനസ് 180. that is equal to 280. therefore angle D is equal to 280 divided by 2 equal to 140 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയും സിയുമാണ്, നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡി ആണ്. ഇനി കണ്ടീഷൻ 1ലേക്ക് നോക്കിക്കേ. ആംഗിൾ A പ്ലസ് ആംഗിൾ D 210, ഡി എന്ന് പറയുന്ന 140. അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംഗിൾ A പ്ലസ് 140 is equal to 210 ഡിഗ്രി ഫ്രം കണ്ടീഷൻ 1. therefore angle A is equal to 210 minus 140 degree, that is equal to 70 degree. ഇനി സിയും കൂടെ കണ്ടുപിടിക്കണം. നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ എടുക്കാം. സെക്കൻഡ് കണ്ടീഷൻ എടുക്കണമെന്നില്ല, അല്ലെങ്കിൽ ഈ A പ്ലസ് C 180 ഡിഗ്രി ആയതുകൊണ്ടും നമുക്ക് കിട്ടും. ഞാനിവിടെ സെക്കൻഡ് കണ്ടീഷൻ തന്നെയാണ് എടുക്കുന്നത്. 140 പ്ലസ് C is equal to 250 degree. Then angle C is equal to 250 minus 140 degree. That is equal to 110 degree. അതുപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇൻ ദി ഫിഗർ O സെന്റർ ആണെന്ന് പറഞ്ഞിട്ട് സെന്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് AC ഈസ് ദി ഡയമീറ്റർ. AC എന്ന് പറയുന്നത് വ്യാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ആംഗിൾ AOE എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്ന കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ കോണുകളുമായി ബന്ധപ്പെട്ട 4 തിയറംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ആ ഓരോ തിയറത്തിലും ഏതാണ് ഈ ക്വസ്റ്റ്യൻസിന് ആപ്ലിക്കബിൾ എന്ന് നോക്കുക. ആ തിയറം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ സർക്കിൾസിലെ ആംഗിൾസും അവയുടെ റിലേഷനെ കുറിച്ച് വന്നു പഠിച്ച, അതായത് വൃത്തത്തിലെ കോണുകളും അവ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചുമാണ് പഠിച്ചത്. അടുത്ത ദിവസം നമുക്ക് വൃത്തത്തിലെ ഞാണുകൾ, അതായത് കോഡ്സും അവയുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ നിർമ്മിതികളെ കുറിച്ചുമായിട്ട് ഉടനെ കാണാം.